മനസ്സ്, മനുഷ്യൻ, മാനം, ഈ മൂന്നിന്റെയും ആരംഭം എപ്പോഴും ഉള്ളിൽ നിന്നുമാണ്, അല്ലേ? പക്ഷെ ഇന്ന് നാം സംസാരിക്കുന്നത് മാനത്തെ പറ്റിയാണ്. മാനം എന്ന ഭാവം നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുന്നു. ഈ കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെ. ഈ ജലം ഈ കുടത്തിൽ നിലനിൽക്കുവാനുള്ള കാരണം ഇതിന് ഇതിൻ്റെതായ അസ്തിത്വമുള്ളതുകൊണ്ടാണ്. ഇനി മാനത്തിൽ നിന്നുണ്ടാകുന്നത് സ്വാഭിമാനവും പിന്നെ ദുരഭിമാനവുമാണ്. പക്ഷെ ഇത് രണ്ടിലും വളരെ വ്യത്യാസമുണ്ട്. ഈ ജലം ഈ കുടത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നില്ലേ, അതാണ് സ്വാഭിമാനം. അത് നമ്മുടെ മനസ്സിന്റെ ആശ്രയമാണ്, സംരക്ഷണമാണ്. ഈ കുടത്തിന്റെ ഉള്ളിൽ എപ്പോഴും തണുപ്പുണ്ടാകും. പിന്നെ ഈ ജലം കുടിക്കുന്നയാൾക്കും തണുപ്പ് ലഭിക്കുന്നതാണ്. കുറച്ച് ജലം ഈ കുടത്തിന് പുറത്ത് തങ്ങി നിൽക്കും. അതാണ് ദുരഭിമാനം. അത് പുറത്തുള്ള ചൂട് കാരണം നീരാവിയായി മുകളിലേക്ക് പോകുന്നു. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, സ്വാഭിമാനം നിങ്ങളെ ദൃഢതയുള്ളവരാക്കും, നിങ്ങൾക്ക് ഉറപ്പായും ശക്തി നൽകും. പിന്നെ ദുരഭിമാനം, അത് നിങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുന്നു. നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? സ്വാഭിമാനി അതോ ദുരഭിമാനിയോ? തീരുമാനം നിങ്ങളുടേതാണ്. രാധേ രാധേ.